നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വളരെ സ്നേഹ നമസ്കാരം. രാവിലെ തന്നെ വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അരുന്ധതി റോയ് എന്ന് പറയുന്ന ഒരു പേര് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഈ അരുന്ധതി റോയ് എന്ന് കേൾക്കുന്നത് പൂർണ്ണമായിട്ടും കാശ്മീരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടായിരിക്കാം. കാശ്മീർ ഫയൽ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ കൃത്യമായിട്ടും അറിയുമായിരിക്കും ഈ അരുന്ധതി റോയ് എന്ന് പറയുന്ന സ്ത്രീ എന്താണ് കാശ്മീരുമായി അവരുടെ ബന്ധം എന്നുള്ളത്. അവർ ഒരുപാട് മേഖലകളിൽ ആക്ടിവിസ്റ്റ് ആയിക്കോട്ടെ, എഴുത്തുകാരി ആയിക്കോട്ടെ, ചരിത്രകാരി ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് മേഖലകളിൽ ഇങ്ങനെ വിരാജിച്ച് രാജകുമാരിയായി പാറി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് അവർക്കെതിരെ UAPA ചുമത്താൻ അത് ലഫ്റ്റനന്റ് ഗവർണർ ഉത്തരവ് കൊടുത്തു എന്നുള്ളത്. കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ ഉത്തരവിട്ടു, അതല്ലെങ്കിൽ ഓർഡർ കൊടുത്തു, അതിനുള്ള നിബന്ധനകൾ വെച്ചു എന്നുള്ളത്. കൃത്യമായിട്ടും എന്താണ് ഇവർക്കെതിരെ വന്ന വാർത്ത എന്നറിയാമോ? ഡൽഹി പ്രമുഖ എഴുത്തുകാരി അരുന്ധതി റോയ് കാശ്മീർ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ മുൻ പ്രൊഫസർ ഡോക്ടർ ഷെയ്ഖ് ഷൗക്കത്ത് ഹുസൈൻ എന്നിവരെ ഭീകരപ്രവർത്തന നിരോധന നിയമം UAPA ഫുൾ ഫോം ആണത് പ്രകാരം പ്രോസിക്യൂട്ട് ചെയ്യാൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന അനുമതി നൽകി. കാശ്മീർ എന്ന് പറഞ്ഞത് ഡൽഹി എന്ന് തിരുത്തേണ്ടതുണ്ട്, സോറി. 2010 ഒക്ടോബർ സുശീൽ പണ്ഡിറ്റ് എന്നയാൾ നൽകിയ പരാതിയിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. 2023 ഒക്ടോബറിൽ ഇരുവർക്കുമെതിരെ IPC 153A, ഈ 153A ഒക്കെയാണ് നമ്മൾക്കെതിരെയൊക്കെ സ്ഥിരം ചുമത്തിക്കൊണ്ട് നമ്മളെയൊക്കെ ജാമ്യമില്ലാതെ ജയിലിൽ അടയ്ക്കാൻ ഈ പിണറായി വിജയൻ സർക്കാർ പോലീസ് ചെയ്യാറ് എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. 153B 505 വകുപ്പുകൾ പ്രകാരം പ്രോസിക്യൂട്ട് ചെയ്യാൻ ലഫ്റ്റനന്റ് ഗവർണർ അനുമതി നൽകിയിരുന്നു. ഇനി 2010 ഒക്ടോബർ 21 ആസാദി ദ ഓൺലി വേ എന്ന തലക്കെട്ടിൽ കമ്മിറ്റി ഫോർ റിലീസ് ഓഫ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് സംഘടിപ്പിച്ച കോൺഫറൻസിൽ പ്രകോപനപരമായ പ്രസംഗം നടത്തിയെന്നാണ് പരാതി. അതിന്റെ വീഡിയോ തെളിവ് സഹിതമാണ് ഇതിന്റെ പരാതി ഇവർക്കെതിരെ എടുത്തിട്ടുള്ളത്. ഇനി ഇവർ പറഞ്ഞത് എന്താണ് എന്നുള്ളതാണ്. ഈ പ്രസംഗത്തിൽ അവർ പറഞ്ഞതെന്ന് അറിയാമോ? ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ലെന്നും ഇന്ത്യയിൽ നിന്നും സ്വാതന്ത്ര്യം നേടാൻ ശ്രമിക്കണമെന്നും പ്രതികൾ പ്രസംഗിച്ചെന്നാണ് ആരോപണം. ആരോപണം മാത്രമല്ല, ഇവർ പ്രസംഗിച്ച തെളിവ് സഹിതം വീഡിയോ സഹിതമാണ് പരാതിയുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ UAPA നിയമപ്രകാരം അവരെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടി പോവുക തന്നെയാണ്. വിദ്വേഷ പ്രസംഗം സംബന്ധിച്ച കേസുകളിൽ പ്രാഥമിക അന്വേഷണത്തിന് ശേഷമുള്ള നടപടികൾക്ക് സർക്കാരിന്റെ അനുമതി വേണം. അതനുസരിച്ച് ഡൽഹി പോലീസ് ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി അത് സംബന്ധിച്ചാണ് വാങ്ങിയിട്ടുള്ളത്. അങ്ങനെയാണ് ഇതിന്റെ വാർത്ത വരുന്നത്. ഇനി ഇവരുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയെന്ന് അറിയാമോ? ഇവർ മാൻ ബുക്കർ സമ്മാനത്തിന് അർഹമായ ആദ്യത്തെ മലയാളിയാണ് ഇവർ. കാരണം വലിയ ബഹുമതിയൊക്കെ നേടിയിട്ടുണ്ട്. ഇനി ഞമ്മന്റെ ലക്ഷ്മി നായരുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച പല ഡോക്ടർമാരും വക്കീലന്മാരും ഒക്കെ ഉണ്ടല്ലോ. അതുപോലെ ഇനി പിന്നാമ്പുറ നിയമനത്തിലൂടെ കിട്ടിയതാണോ ഈ ബുക്കർ സമ്മാനം എന്നും നമ്മൾക്കറിയില്ല. എന്തായാലും ഇന്ത്യയിലെ ആദ്യത്തെ വനിതയാണിവർ. മാത്രമല്ല, നിങ്ങൾ കാശ്മീർ ഫയൽ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ? ഈ കാശ്മീർ ഫയൽസിൽ കൃത്യമായിട്ടും ഈ അരുന്ധതി റോയിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സ്ത്രീ കഥാപാത്രമുണ്ട്. ഇനി കാണാത്തവർ കാണുമ്പോൾ ഇവരുടെ മുഖം ഒന്ന്, നിങ്ങൾ അരുന്ധതി റോയ് എന്നുള്ളത് സോഷ്യൽ മീഡിയയിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും ഇവരുടെ ഫേസ്. ആ ഫേസ് ഉള്ള സ്ത്രീ ഉണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് തിരഞ്ഞു നോക്കുക. എന്താണ് കാശ്മീർ ഫയലിൽ പറയുന്ന കഥ? ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ ഇവിടെ പരാമർശിക്കേണ്ടതുണ്ട്. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞ് നരേന്ദ്രമോദി രണ്ടാം അധികാരത്തിൽ വന്ന സമയത്താണ് നടന്നത് എന്ന് നമ്മൾക്കറിയാം. ആർട്ടിക്കിൾ 370 എന്ന് പറഞ്ഞാൽ കാശ്മീർ എന്ന് പറയുന്ന ഭാരതത്തിന്റെ സ്വർഗഭൂമി, ആ സ്വർഗഭൂമിക്ക് ഒരു പരമാധികാരം നൽകുക, അതായത് ഒരു രാജ്യത്തിന്റെ അധികാരം നൽകിക്കൊണ്ട് ആ നാടിന് ഒരു പ്രത്യേക ഭാഷ, ആ നാടിന് പ്രത്യേക ഒരു പതാക, ആ നാട് ഭരിക്കുന്നത് ആ നാട്ടിലെ തന്നെ അവർക്ക് മാത്രം അവകാശപ്പെട്ട ആളുകൾ, പുറമേ നിന്ന് ഒരാൾക്ക് അവിടെ ഭരണത്തിൽ കയറാനോ വേണ്ട ഒരിഞ്ച് സ്ഥലം വാങ്ങാൻ പോലും അവകാശമില്ല. അങ്ങനെ ഇസ്ലാമിക കൊടും ഭീകരന്മാർക്ക് നമ്മുടെ ഭാരതത്തിന്റെ സ്വർഗഭൂമിയായിട്ടുള്ള ഹൃദയഭൂമിയായിട്ടുള്ള, മാത്രമല്ല നമ്മുടെ സൈന്യത്തിന്റെയൊക്കെ ആ ലെവലിൽ എടുക്കുകയാണെങ്കിൽ ഒരിക്കലും സൈന്യത്തിന് നമ്മുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് പ്രധാന പങ്ക് വഹിക്കുന്ന ഈ കാശ്മീരിനെ ഈ ഭീകരർക്ക്, പാകിസ്ഥാൻ ഭീകരരായിക്കോട്ടെ, ഇനി വേണ്ട
ലോകത്താകമാനമുള്ള നമ്മുടെ ശത്രു രാജ്യങ്ങളുണ്ടല്ലോ, അവർക്ക് തീരെഴുതി കൊടുത്ത നിയമമാണ് ആർട്ടിക്കിൾ 370. അതായത് ഇപ്പൊ നമ്മുടെ കേരളമായാലും ഭാരതത്തിലെ മറ്റൊട്ടേറെ സംസ്ഥാനങ്ങൾ ഉണ്ട് എന്ന് നമ്മൾക്കറിയാം. അത്തരത്തിലുള്ള ഒരു ഭൂമി തന്നെയാണ് കാശ്മീർ എന്നിരിക്കെ ഈ ഭാരത വിഭജനം അതല്ലെങ്കിൽ കാശ്മീർ ആയിക്കൊണ്ട് മറ്റൊട്ടേറെ രാജ്യങ്ങളായിക്കൊണ്ട് നമ്മുടെ അഖണ്ഡ ഭാരതത്തെ വെട്ടിമുറിച്ച സമയത്ത് ഈ ജവഹർലാൽ നെഹ്റു, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നൊക്കെ ഇവനെ വിളിക്കുന്നത്, ഇവനെ എന്ന് പറയുന്നതിൽ ആരും ഒന്നും കരുതേണ്ട. കാരണം ഇവൻ മരിച്ചത് എങ്ങനെയാണെന്ന് ചിന്തിക്കുന്ന, ഹിസ്റ്ററി അറിയുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും ഇവന്റെ ക്യാരക്ടർ എന്താണ് എന്നുള്ളത്. ഗുഹ്യരോഗം ബാധിച്ചു എന്നുള്ളതൊക്കെ പലരും പച്ചയ്ക്ക് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന്റെ ഹിസ്റ്ററി നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അത്തരത്തിൽ ഈ ജവഹർലാൽ നെഹ്റുവിന്റെ അച്ഛന്റെയും അച്ഛന്റെ അച്ഛനും ഒക്കെ ആരാണ് എന്ന് നിങ്ങൾ പരിശോധിക്കുക. അവിടെ നിങ്ങൾക്ക് മുസ്ലിം നാമങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ എങ്ങനെയാണ് ഇവൻ പണ്ഡിറ്റ് എന്ന് പറയുന്ന ആ വിശേഷണത്തിലേക്ക് മാറിയത് എന്ന് ചിന്തിക്കുന്നിടത്താണ് ഗണ്ഡി എന്ന് പറയുന്ന പദത്തെ മഹാത്മാഗാന്ധിയുടെ ഗാന്ധിയാക്കി മാറ്റിക്കൊണ്ട് ഇന്നും രാഹുൽ ഗാന്ധിമാരും പ്രിയങ്ക ഗാന്ധിമാരും സോണിയ ഗാന്ധിമാരും വിലസിക്കൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ ഗണ്ഡികൾ എങ്ങനെ ഗാന്ധിയായി എന്നുള്ളത് പോലെ തന്നെയാണ് എങ്ങനെയാണ് നെഹ്റു പണ്ഡിറ്റായി മാറിയത്, അദ്ദേഹത്തിന്റെ മുസ്ലിം നാമത്തിലുള്ള പിതാമഹന്മാരൊക്കെ എങ്ങനെയാണ് വന്നത് എന്നൊക്കെ നമ്മളിവിടെ ചിന്തിക്കേണ്ടത്. അത്തരത്തിൽ നെഹ്റു നമ്മുടെ ഭാരതത്തെ, അഖണ്ഡ ഭാരതത്തെ വെട്ടിമുറിച്ചുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളാക്കി മുറിച്ച് വിറ്റ സമയത്ത്, അങ്ങനെ തന്നെ പറയാം, വിറ്റ സമയത്ത് എന്ന് തന്നെ പറയാം, ആ സമയത്ത് ഈ കാശ്മീർ എന്ന് പറയുന്ന ഭാരതത്തിന് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഭാരതത്തിന്റെ സ്വർഗഭൂമി, ഭാരതത്തിന്റെ സുരക്ഷയുടെ, ആഭ്യന്തര സുരക്ഷയുടെ കീ പോയിന്റ് ആയിട്ടുള്ള ഈ കാശ്മീരിനെ ഒരു പ്രത്യേക രാജ്യത്തിന്റെ പരമാധികാരം നൽകിക്കൊണ്ട് നിലനിർത്തിയ ആ അധികാരത്തിന് പറയുന്ന പേരാണ് ആർട്ടിക്കിൾ 370 എന്നുള്ളത്. ആ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞത് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി, ശക്തനായിട്ടുള്ള ഭരണാധികാരിയായിട്ടുള്ള നരേന്ദ്രമോദിജി വന്നതിന് ശേഷം തന്നെയാണ്. ആ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞത് തിരിച്ചു കൊണ്ടുവരുമെന്നാണ് നമ്മുടെ രാഹുൽ ഗണ്ഡി ചേട്ടനൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ INDIA, ഇന്ത്യ മുന്നണി ഉണ്ടല്ലോ, ആ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ ആദ്യത്തെ ഒരു പ്രഖ്യാപനം, ഞങ്ങൾ അത് തിരിച്ചു കൊണ്ടുവരും, ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കും. അതായത് ഇസ്ലാമിക രാജ്യദ്രോഹികൾക്ക് കാശ്മീരിനെ വീണ്ടും കൂട്ടിക്കൊടുക്കും. മാത്രമല്ല അവിടുത്തെ യഥാർത്ഥ ഉത്തരവാദിത്തപ്പെട്ട അതല്ലെങ്കിൽ യഥാർത്ഥ അവകാശികളായിട്ടുള്ള കാശ്മീർ പണ്ഡിറ്റുകളെ വീണ്ടും അവിടെ നിന്ന് കൊന്നൊടുക്കിക്കൊണ്ട് ഓടിക്കുമെന്നുള്ള, അതിനുവേണ്ടി ഞങ്ങൾ കൂട്ടുനിൽക്കുമെന്ന് പറഞ്ഞത് തന്നെയാണ് ഈ രാഹുൽ ഗണ്ഡിയൊക്കെ മുന്നേറി പോയിട്ടുള്ളത്. മാത്രമല്ല നോട്ട് നിരോധനമൊക്കെ ഞങ്ങൾ എടുത്തു കളഞ്ഞ് പഴയ നോട്ടൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. എന്നിട്ടോ രാജ്യത്തിന്റെ അസ്ഥിരത, അത് തന്നെയാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. രാജ്യത്തിന്റെ പുരോഗമനം അത് സ്തംഭിപ്പിക്കുക, അതിലൂടെ എന്താണ് തങ്ങളുടെ പോക്കറ്റിലേക്ക്, തങ്ങളുടെ രാജ്യദ്രോഹത്തിന്റെ പ്രതിഫലമായി കിട്ടുന്ന ആ കാശ് പോക്കറ്റിലേക്ക് ഇടുക എന്നത് തന്നെയായിരുന്നു ഈ ഇന്ത്യ മുന്നണിക്കാരുടെയൊക്കെ ലക്ഷ്യം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനൊക്കെ ചൂട്ടുപിടിച്ച ഒരു സ്ത്രീ തന്നെയാണ് അരുന്ധതി റോയ് എന്ന് പറയുന്ന മാൻ ബുക്കർ പുരസ്കാരമൊക്കെ നേടിയിട്ടുള്ള ഞമ്മന്റെ സ്വന്തമായിട്ടുള്ള ആള്. നോക്കൂ, ഈ അരുന്ധതി റോയിയെ നിങ്ങൾ ഗൂഗിളിൽ തിരയുന്ന സമയത്ത് അവർ ഒരുപാട് ഇസ്ലാമിക കൊടും ഭീകരന്മാർ, ഇന്ന് പല ഭീകരന്മാരും 72 ഹൂറികളെ പുൽകിയിട്ടൊക്കെ ഉണ്ട്. ആ 72 ഹൂറികളുമായി രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭീകരന്മാർ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവന്മാരുമായി അവർ പങ്കിടുന്ന അവരുടെ സ്നേഹ സംഭാഷണങ്ങൾ, സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ പങ്കിടുന്ന ഫോട്ടോസ് ഒക്കെ ഒരുപാട് ഗൂഗിളിൽ അവൈലബിൾ ആണ്. അത് മാത്രം മതി അവർ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നത്. ഭാരതത്തിന്റെ കാശ്മീർ എന്ന് പറയുന്ന അഖണ്ഡ ഭാരതത്തിനെ വെട്ടിമുറിച്ച് മാറ്റിയത് പോട്ടെ, എന്നിട്ട് വെട്ടിമുറിഞ്ഞ് ബാക്കി കിട്ടിയിട്ടുള്ള നമ്മുടെ ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തിന്റെ ഈ പറയുന്ന കാശ്മീർ എന്ന് പറയുന്ന ഭൂമി, സ്വർഗഭൂമി, ആ ഭൂമി നമ്മുടേതല്ല, അത് സ്വതന്ത്രമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ രാജ്യദ്രോഹപരമായ നിലപാടെടുത്ത് നാടെങ്ങും പ്രസംഗിച്ചുകൊണ്ട് നടന്ന അവർക്കെതിരെ 2010 വന്ന പരാതി പ്രകാരം, അതായത് UPA സർക്കാർ, കോൺഗ്രസ് സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് 2010 ഈ പരാതി വരുന്നത്. ആ പരാതിക്ക് അടിസ്ഥാനമാക്കി അതിന്റെ തെളിവ് സഹിതം തന്നെ ഇന്ന് അവരെ ഈ നിരോധന, ഈ വിരുദ്ധ രാജ്യദ്രോഹ നിയമപ്രകാരം തന്നെ UAPA ചുമത്തിക്കൊണ്ട് തന്നെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അദ്ദേഹം അനുമതി നൽകിയിരിക്കുന്നു എന്ന ഗംഭീരമായിട്ടുള്ള സന്തോഷ വാർത്ത തന്നെയാണ് വരുന്നത്. ഇനി ഇന്ത്യ മുന്നണിക്കാരുടെ ഗതി കണ്ടവന്മാരില്ല എന്നുള്ളത് നമ്മൾ ഒന്ന് വായിച്ചെടുക്കേണ്ടതുണ്ട് ഇതിന്റെ പിറകിൽ. കാരണം നമ്മൾക്കറിയാം നരേന്ദ്രമോദി സർക്കാർ 400-ന് മുകളിൽ സീറ്റ് നേടുമെന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ മൂന്നാം ഭരണം ഏറ്റെടുക്കാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട സമയത്ത് അതിനെ അട്ടിമറിക്കാൻ വേണ്ടി ധ്രുവ് റാത്തി എന്ന് പറയുന്ന ഒരു മുസ്ലിം ഭീകരനെ പാകിസ്ഥാനിൽ ചെല്ലും ചെലവും കൊടുത്തുകൊണ്ട് അയാളും അയാളുടെ ഭാര്യയും പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പച്ച കല്ല്
വെച്ച നുണകൾ പടച്ചിറക്കിക്കൊണ്ട് ഈ നാട്ടിലുള്ള പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ വഴി തെറ്റിച്ചുകൊണ്ട് അവരുടെ ചിന്തകളെ മാറ്റിമറിച്ചുകൊണ്ട് അവരുടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിക്കൊണ്ട് നരേന്ദ്രമോദിജിക്കെതിരെ വോട്ട് നേടിക്കൊണ്ട് ഭാരതത്തിന്റെ ആ യഥാർത്ഥ അവകാശികളായിട്ടുള്ള ഭാരതം ഭരിക്കുന്ന ദേശീയ പാർട്ടിക്ക് 300-ൽ താഴെ സീറ്റുകൾ നേടി ഒരു പക്ഷേ നരേന്ദ്രമോദിയെ പോലും അട്ടിമറിക്കാൻ ഉതകുന്ന രീതിയിലേക്ക് പച്ചനുണകൾ പടച്ചിറക്കിയ ഇവരുടെ ആ അടിവേരിളക്കുന്ന അതല്ലെങ്കിൽ ഇവന്റെയൊക്കെ ശവപ്പെട്ടിയിലടിച്ച ആദ്യത്തെ ആണി തന്നെയാണ് അരുന്ധതി റോയ് എന്ന് പറയുന്ന ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച് നടക്കുന്ന ഈ സ്ത്രീ. ഇവർ ഇന്ത്യക്കാരിയല്ല, ഭാരതദേശവാസിയാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. കാരണം ഇവർ ഇസ്ലാമിക ജിഹാദികൾക്ക് വേണ്ടിയിട്ടും രാജ്യദ്രോഹികൾക്ക് വേണ്ടിയിട്ടും രാജ്യത്താകമാനം ലോകത്താകമാനമുള്ള രാജ്യത്തിനെതിരെയുള്ള ശത്രു രാജ്യങ്ങളുണ്ടല്ലോ അവർക്ക് വേണ്ടി മാത്രമായിരുന്നു പണിയെടുത്തത് എന്ന് നിങ്ങൾ ഇവരുടെ പ്രസ്താവന കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ ഇവർ അന്ന് പ്രസംഗിച്ച ആ പ്രസംഗമുണ്ടല്ലോ അതിന്റെ അവർ ഇംഗ്ലീഷിലാണ് പ്രസംഗിച്ചത്. ആ ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യിക്കാം. എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്ന് എനിക്കറിയില്ല, ഒന്ന് കേട്ട് നോക്കാം. And then he aggressively said, "Madam, is Kashmir an integral part of India or not? Is Kashmir an integral part of India or not?" Yes. About 5 times. കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല, കാശ്മീർ ഇന്ത്യയുടെ പാർട്ട് അല്ല എന്ന് പച്ചയ്ക്ക് പറയുന്ന പ്രസംഗമാണ് ഇവര്. അത് മാധ്യമ പ്രവർത്തകരോടാണ് പച്ചയ്ക്ക് പറയുന്നത്. ഇതിൽ പരമൊരു തെളിവ് വേണ്ട എന്നിരിക്കെ കഴിഞ്ഞ UPA സർക്കാർ നരേന്ദ്രമോദിജി വരുന്നതിന് മുമ്പ് 2010-ൽ നൽകിയ പരാതി പ്രകാരമാണ് ഇപ്പോൾ ഇവർക്കെതിരെ കൃത്യമായ തെളിവുകൾ പരിശോധിച്ച് ഇതിൽ അടിസ്ഥാനമുണ്ട്, രാജ്യവിരുദ്ധ ശക്തികളുമായി ചേർന്ന് രാജ്യദ്രോഹം നടത്തിയെന്ന് തെളിഞ്ഞത് കൊണ്ട് തന്നെയാണ് UAPA ചുമത്തിയിരിക്കുന്നത്. 153A ചേർത്തിയിട്ടുണ്ട്, 153B ചേർത്തിയിട്ടുണ്ട്, 505 അങ്ങനെ ഒരുപാട് വകുപ്പുകൾ ചേർത്തിക്കൊണ്ട് തന്നെയാണ് ഇവരെ ഇനി തീഹാറിൽ ഇവർ വലിയ വാഗ്ദാനം തന്നെയാണ്. ഞമ്മന്റെ പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരൊക്കെ കിടക്കുന്ന അക്കൂട്ടത്തിലേക്ക് ഇന്ത്യ മുന്നണിയിലെ ആദ്യ ശവപ്പെട്ടിയിലെ ആണിയായിക്കൊണ്ട് ഞമ്മന്റെ ഈ പറയുന്ന അരുന്ധതി ഡാഷ്മോൾ പോവുകയാണെന്ന് ഉച്ചത്തിൽ പറയട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.